ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതേണക്ക് ആദില വെളിയിറങ്ങിയതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങളോ അതോടെ തന്നെ താൻ വെളിയിൽ വന്നതിന് ശേഷം ഒരുപാട് സൈബർ ബുള്ളിങ് അങ്ങനത്തുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇതേ കണക്കത്തുള്ള ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ ഗെയിമായിട്ട് മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. താനുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇന്ന സമയത്ത് ജയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കിയത്. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ബിഗ് ബോസ് കളിക്കാൻ പോകുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനൊന്നും വേണ്ടിയല്ല അവിടെ പോകുന്നത്. അവർക്കുണ്ടെങ്കിൽ അത് ജയിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് കിട്ടണം, അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ഫസ്റ്റ് ആവണമെന്നുള്ള രീതിയിലായിരിക്കും അവരെല്ലാവരും പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന സ്ട്രാറ്റജി അവരുടെ രീതിയിലുള്ള ഗെയിം അവർ കളിക്കുന്നതായിരിക്കും. അത് അവിടെ കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിൽ അതിനെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള രീതി പാടില്ലെന്നാണ് ഇതാണ് കാതില പറയുന്നത്. അത് കറക്റ്റുള്ള കാര്യമാണ്. അവിടെ തീരുന്ന കാര്യം അവിടെ തന്നെ തീരണം. ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലായിരിക്കും, അവിടെ അത് മറുപടിയായിട്ടൊന്നും നടന്നും കാണത്തില്ല. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ വെളിയിൽ എവിക്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഇത് കണക്ക് ഒരുപാട് പേര് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുക അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതിൽ പറഞ്ഞൊരു കാര്യം, താൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കുന്ന സമയത്താണ് ചെയ്തത്. ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 100 സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒന്നുമല്ല എന്നാണ് അതിൽ ആ വീഡിയോ പറഞ്ഞിരുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.